listen carefully, empowering ethically and enabling our youth through debates and thoughts, only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ മൂല്യച്യുതി എന്നുള്ളതാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹം. ഈ മൂല്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം എത്രമാത്രം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകും. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യമാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്. Dr. Brincy Matthew, Assistant Professor, Devmata College, Kuravilangad. Jiju Verghese, Motivational Speaker, Trainer and Radio Jockey. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. ഇന്നത്തെ സമൂഹത്തിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമാണോ? നാം ആരായി തീരണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഇന്നത്തെ സമൂഹമാണ്. ഈ ഈഗോനെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നോ ആ രീതിയിൽ ആണ് നമ്മുടെ ബന്ധങ്ങൾ. അച്ഛൻ അമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് കണ്ടായിരിക്കും ഒരു ആൺകുട്ടി അവന്റെ കൂടെ പഠിക്കുന്ന മറ്റ് സഹപാഠികളായ പെൺകുട്ടികളോട് പെരുമാറുക. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിൽ നിന്നാണെന്ന് ഉണ്ടാകുന്ന പറയാൻ പറ്റുമോ? ഓരോരുത്തരുടെ മനസ്സിൽ നിന്നാണ് ആദ്യമേ ചിന്ത ഉണ്ടാകുന്നത്. ബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത നഷ്ടപ്പെടുന്നത് കൊണ്ട് ബന്ധങ്ങൾ പലപ്പോഴും തകരുകയാണ്. എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്നുള്ള ആദ്യ ചിന്തകള് എൻ്റെ മാതാപിതാക്കളിൽ നിന്നല്ലയോ എനിക്ക് കിട്ടുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എൻ്റെ വീട്ടിൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ മറ്റൊരിടത്തേക്ക് ഒരിക്കലും തേടി പോവുകയില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ മൊബൈലും ഈ ഷൂസും തോപ്പിയും ഒന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോടു കൂടി ഇരുന്ന് വർത്തമാനം പറയണം, സ്നേഹത്തോടൊന്ന് ഇടപെടണം. ഞാൻ വിഷമിച്ച് വരുമ്പോൾ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് പേരൻസ് തരണം. ഇതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ? ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടാത്തടത്ത് എന്നാ റിലേഷൻഷിപ്പ് എന്നാ അദ്ദേഹം ചോദിച്ചത്. യെസ്, പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ സാധനം നമുക്ക് കിട്ടാത്തതുണ്ടെന്ന്. ഇങ്ങനെ നമുക്ക് കുറേ ആവശ്യങ്ങൾ, സ്നേഹവും ഇതൊക്കെ കിട്ടാത്തതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഭാവിയിൽ നമ്മൾ മാതാപിതാക്കളാവണ്ട, വലുതായി നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് കൊച്ചുണ്ടായി കഴിയുമ്പം നമുക്ക് കിട്ടാത്ത പോയ നമ്മൾ ഈ വാട്ട് അല്ലാതെ നീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നീഡുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തലമുറ അത് കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു മാറ്റം നമ്മളിലൂടെയാണ് സാധിക്കേണ്ടത്. അല്ലാതെ മാതാപിതാക്കളെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ തെറ്റ് മാത്രം പഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ശരി കാണിച്ചു കൊടുത്ത് ഒരു ശരിയായ വഴി നമ്മൾ തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ നല്ലൊരു മാർഗമാണ്. നമുക്ക് ഭവനത്തിൽ നിന്ന് ഇത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. സാറേ, ഞാൻ ചോദിക്കുന്നതേ, ഈ ഭവനത്തിൽ നിന്ന് എനിക്കിത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നേ? അച്ഛാ, അത് തീർച്ചയായിട്ടും ഞാൻ അഗ്രി ചെയ്യുന്നു. ഈ കുടുംബത്തിൽ കിട്ടാത്തത് നമുക്ക് തിരിച്ച് ഒരു സ്ഥലത്തും കൊണ്ട് കൊടുക്കുവാനും ഒക്കത്തില്ല, വേറെ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് നേടുവാനും ഒക്കത്തില്ല. എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധാരണഗതി സാധ്യമല്ല. അതേ സമയത്ത് സമൂഹത്തിൽ ചെന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ മേടിച്ച് തിരിച്ചെടുക്കാനും ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ വേറെ ഒരു ആശയം കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ ബന്ധങ്ങൾ കൂടുതലും മുറിഞ്ഞു പോകുന്ന ട്രാൻസ്പെറൻസി ഇല്ലാത്തതിൻ്റെ കാരണമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും ഒതുക്കി വെക്കുന്നു. നമുക്കിഷ്ടമില്ല എന്നൊരു കാര്യം നമ്മൾ തുറന്ന് ഉന്മയിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്
റിലേഷൻഷിപ്സിൽ കൂടുതലും ബ്രേക്ക് ഡൗൺ സുതാര്യതയില്ലാത്തത് ബന്ധങ്ങളെ ഒരുപാട് ഇപ്പോൾ ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതെ അതെ. സോ ആ ഒരു ട്രാൻസ്പെറൻസി ലെവൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നാൽ വളരെയധികം ബന്ധങ്ങളിൽ ഒരു സുതാര്യത ഉണ്ടെന്ന് വരികിൽ ആ ബന്ധങ്ങളിൽ കുറെയൊക്കെ ദൃഢതയുണ്ടായിരിക്കും. പറഞ്ഞാട്ടെ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് നീ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയുവാണെങ്കിൽ അവിടെ ആ ഫ്രണ്ട്ഷിപ്പ് തകരുമല്ലേ ചെയ്യുന്നത്. അവൻ വിചാരിക്കും ഓക്കെ അല്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടിനോട് പറയുമ്പോൾ നീ ചെയ്ത കാര്യം തെറ്റാന്ന് സുതാര്യമായിട്ട് തന്നെ ഞാൻ മുഖത്ത് നോക്കി പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തകരുമല്ലേ ചെയ്യുന്നത്. ഞാൻ സുതാര്യമായിരുന്നാൽ എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയല്ലേ. അപ്പം സാറ് പറഞ്ഞതിനോട് ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നല്ലേ. അതായത് ഞാൻ മുഖത്തടിച്ചതുപോലെ വേറൊരാളോട് കാര്യം കയറി പറഞ്ഞാൽ അവൻ എൻ്റെ ശത്രുവായിട്ട് മാറുമല്ലോ, പിന്നെ എങ്ങനെയാ ബന്ധം ഉണ്ടാകുന്നത് എന്നാ പറഞ്ഞല്ലേ. ഈ സുതാര്യത എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ചതുപോലെ കയറി മറ്റേ ആളിനോട് പറയുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ മറ്റേ ആളിനെ നമ്മൾ ഹർട്ട് ചെയ്യുക. ഒരാളെ ഹർട്ട് ചെയ്യുമ്പോൾ ആൾ വ്രണപ്പെടുമ്പോൾ ഉള്ള ബന്ധം കൂടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ടീച്ചർ എന്താ പറയാൻ എനിക്ക് പറയാൻ വന്ന ഒരു പോയിന്റ്, ഈ ബന്ധങ്ങൾ ഊഷ്മളമാകണമെങ്കിൽ മറ്റേയാളെ വളർത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം. എൻ്റെ കൂട്ടത്തിലുള്ളയാൾ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ എൻ്റെ പങ്കാളി, അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നെ വളർത്തുന്നയാളാണ്, എനിക്കൊരു പോസിറ്റീവായിട്ട് എന്നെ എപ്പോഴും ഉയർത്തുന്നയാളാണ് എന്നൊരു മനോഭാവം, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഒരു കറക്ഷൻ തന്നാലും അതിനെ സ്വീകരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ പരസ്പരം ഏതെങ്കിലും അവസരങ്ങളിൽ വളർത്താതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് ഒരു ചൂഷണ മനോഭാവത്തിൽ എന്തെങ്കിലും സ്വയം വളരാൻ അതിൽ തന്നെ ഒരാൾ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരാൾ ഒരു കറക്ഷൻ തരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികൾക്ക് അധ്യാപകരോടുള്ള മനോഭാവത്തിൽ എന്നെ വളർത്തുന്നു എന്നുള്ള ഒരു മനോഭാവം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടോ ടീച്ചറെ? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, എങ്കിലും കുറെ പേരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അവർ ഈ ഒരു പ്രായത്തിൽ തിരിച്ചറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അവരൊരു 30-40 വയസ്സായി കഴിയുമ്പോൾ അന്ന് തന്ന കറക്ഷൻ വളരെ നന്നായി പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ ഇവരുടെ ഒരു വളർച്ചയുടെ പ്രായത്തിൽ ഒരു കറക്ഷൻ തരുന്നത് വേണോ, അതാണോ ഇപ്പോഴത്തെ, ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഈ തലമുറയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിയുകയും അന്ന് ചെയ്തത് നന്നായി എന്ന് പറയുകയും ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇത് കൊടുത്തോണ്ടിരിക്കണം. ഒരു കാലത്ത് നന്നായി എന്ന് വരാവല്ലേ. ഒരു അഭിപ്രായമുണ്ട്, ഉന്തി മരം കയറ്റിയാൽ മരം കയറില്ല എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അതൊന്നുകൂടെ പറഞ്ഞേ. ഉന്തി മരം കയറ്റിയാൽ നമ്മൾ മരം കയറില്ല, കുറച്ചൊക്കെ കയറും, പിന്നെ കയറിക്കോളും. ഉന്തി മരം കയറ്റിയാൽ അറിയാലോ എന്തോരം കയറുമെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പം മിസ് ഇവിടെ പറഞ്ഞല്ലോ, പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ചിലരൊക്കെ അംഗീകരിക്കും, പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചെന്നിരിക്കും. ഒരാളോട് ഇപ്പൊ സുതാര്യം എന്ന് പറയുന്ന വാക്ക് പറഞ്ഞു, സുതാര്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുഖത്തടിച്ച് സംസാരിക്കാനല്ല എന്ന് അച്ഛൻ തിരുത്തി കൊടുത്തു. ശരിയാണ്, മുഖത്തടിച്ച് സംസാരിക്കുക, നീ ചെയ്തത് തെറ്റാണ്, നിന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ ജന്മം തന്നെ പാഴാണ് എന്ന് ചിലർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. മറിച്ച് നീ അത് ചെയ്തത് തെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു നീ ചെയ്യേണ്ടത്, ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ശരിയാകാമായിരുന്നു, അടുത്ത തവണ ശരിയാക്കാം എന്നൊരു ആത്മവിശ്വാസം നമ്മളിൽ നിന്ന് പകർന്നു കൊടുക്കുമ്പോൾ അത് ഫ്രണ്ട്സ് എന്നല്ല, അത് ശത്രുവിനോട് പറഞ്ഞാൽ പോലും അതൊരു മിത്രമാകാനേ ചാൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ പറയേണ്ടതുപോലെ പറഞ്ഞാൽ പറയുന്നതിന് വിലയുണ്ടാകും. നമ്മളൊക്കെ സാധാരണ പറയും, അവൻ നന്നാകാനാ ഞാൻ ഈ പറയുന്നത്, അവൻ്റെ കുറ്റങ്ങളൊക്കെ എടുത്ത് കാണിച്ചു വെച്ച് പറയും അവൻ നന്നാകാനാ പറയുന്നത്. കുറ്റങ്ങൾ എടുത്ത് കാണിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയല്ല. അത് എടുത്തു കാണിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകും. എന്നാൽ ഇന്ന രീതിയിൽ അത് എനിക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ അംഗീകാരയോഗ്യമായിട്ട് തീരും. മോനെ നീ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അപ്പം എനിക്കത് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. മോനെ നീ ഇന്ന രീതിയിൽ ഇന്ന കാര്യം ചെയ്താൽ അനുസരിച്ചാൽ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾക്കത് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ അത് കൂടുതലും കുഞ്ഞുങ്ങൾ അനുസരിക്കും. അല്ലാതെ അവനെ നമ്മൾ നേരെ കണ്ടം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഒരു പക്ഷം വരിയിൽ പിന്നീട് പറയുന്നു അവൻ കേട്ടെന്ന് തന്നെ വരത്തില്ല അല്ലേ. പറഞ്ഞാട്ടെ. നമ്മുടെ ഫ്രണ്ടിന്റെ കുറ്റം നമ്മൾ അയാളോട് തുറന്ന് പറയുവാണ്, പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നതിന് പകരം അയാൾ ചെയ്ത ആ തെറ്റ് അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊച്ചാക്കി കളയുന്ന, അവർ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അവരെ കൊച്ചാക്കുന്ന പോലെ തോന്നും. അതിന് പകരം നമ്മൾ സ്വകാര്യമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുമ്പോൾ അവരങ്ങ് ചെറുതായി പോകുന്നു, കൊച്ചാകുന്നു എന്ന് തോന്നും. അപ്പൊ ഈ പറയുന്ന ആൾ എന്തുവാകും? നമ്മൾ അവരുടെ ശത്രുവായിട്ട് തോന്നും. അല്ലല്ല, ഈ പറയുന്ന ആൾ എന്താകും? വലുതാകും. നമ്മളും കൊച്ചാവും. അതെങ്ങനെയാ നമ്മൾ കൊച്ചാകുന്നത്? എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേറൊരാടെ കുറ്റം ഞാൻ എടുത്തു പറയുമ്പോൾ ഞാൻ അവിടെ വലുതാകുക. അതിനല്ലയോ ഞാൻ എല്ലാവരുടെയും മുന്നേ വെച്ച് എടുത്ത് പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തോരം ഫീൽ ചെയ്യും? അതെ, അവൻ കൊച്ചാകും, പക്ഷെ ഞാന് വലുതാകും. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണെന്നാ പറഞ്ഞത്. പക്ഷെ അതിന് പകരം അതുകൊണ്ടാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇത് പറയുന്നത്. അവനെ നന്നാക്കാനാണെന്ന് വരികിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ അവനെ തന്നെ വിളിച്ച് പറയണം. ആ പറയുന്നത് തന്നെ അവനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം പറയാനായി. നല്ലൊരു സുഹൃത്താണെങ്കിൽ നമ്മുടെ സുഹൃത്ത് ചെയ്തൊരു തെറ്റ് അവർ മാറ്റി നിർത്തി, നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇനി അങ്ങനെ ചെയ്യരുത്, കാരണം മറ്റുള്ളവർ നിന്നെ പറ്റി എന്ത് വിചാരിക്കും അവരൊന്ന് പറഞ്ഞ് അവെയർ ആക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അവർ തീർച്ചയായും അത് ഉൾക്കൊള്ളും. അതിന് പകരം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അങ്ങനെ ചെയ്യരുത്, എന്ത് മോശമാണ് നീ കാണിച്ചേ, അങ്ങനെ ചെയ്തത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരോട് തന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ബ്ലണ്ടായിട്ടുള്ള ചില സമീപനം കൊണ്ടാണ്. അവിടെ ട്രാൻസ്പാരൻസി അല്ലാതെ അതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട്. കാരണം നിന്നെ ചെറുതാക്കി ഞാൻ ഇവിടെ വലുതാകും. അത് ഹേർട്ടിങ് ആയിട്ടുള്ളതാണ്, റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്നത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ട്. ഞാൻ സുഹൃത്ത് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഒരു സെന്റൻസ് തന്നെയുണ്ട്, ഐ ആം നോട്ട് ആർഗ്യൂയിങ്, മൈ ട്യൂൺ ഇസ് എ പ്രോബ്ലം. ഞാൻ പറയുന്ന രീതിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ കാര്യം, കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത സമൂഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ മദ്യപിക്കുന്നത് കൊണ്ട് ഞാനൊരു മദ്യപാനിയായി. വേറെ രീതി പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ മദ്യപിക്കില്ല. അപ്പോൾ രണ്ട് രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും അത് നമ്മളെയും കൂടി ആശ്രയിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ മദ്യപാനത്തോട് നമ്മളുടെ പ്രതികരണം, സമീപനം എന്താണോ അതിനെ ആശ്രയിച്ചാണ് നമ്മളായിത്തീരുന്നത്, അല്ലെന്ന് വരിൽ ഭാവിയിൽ നമ്മുടെ പ്രതികരണമായിത്തീരുന്നത്. ഈ മദ്യപാനത്തോടെ നമ്മൾ പൂർണ്ണമായിട്ട് അപ്പനെ വെറുക്കുകയാണെങ്കിൽ അപ്പനോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉറഞ്ഞു കിടക്കും. ആ ദേഷ്യം നമ്മളെ ഒരു കാലത്ത് മദ്യപാനിയായി മാറ്റിയേക്കാം. എന്നാൽ ഇത് അപ്പൻ്റെ ഒരു ബലഹീനതയാണ്, മദ്യപാനം ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കി ഈ കുഞ്ഞ് അതിനെ കാണുകയാണെങ്കിൽ ഇവൻ ഒരു കാലത്തും പിന്നെ മദ്യം ഉപയോഗിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ മദ്യപാനിയായ അപ്പൻ്റെ മക്കളിൽ ഇതുപോലെയുള്ള രീതി വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ ഈ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിന് മനസ്സിലാക്കൽ എന്നൊരു ഫാക്ടറിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ മനസ്സിലാക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്താണ്? മനസ്സിലാക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? എനിക്ക് ഒരാളെ മനസ്സിലാക്കണം എന്ന് ഞാൻ എവിടുന്നാ പഠിക്കുന്നത്? എവിടുന്നാ പഠിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഒരാളെ പറഞ്ഞു. സ്നേഹം തന്നെ. എവിടാ? സ്നേഹം തന്നെ. സ്നേഹം എവിടെയുള്ള സ്നേഹം? നമ്മുടെ തന്നെ ഉള്ളിലുള്ള സ്നേഹം. ഇപ്പൊ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അയാളോട് നല്ല സ്നേഹമാണെങ്കിൽ നമ്മൾ അയാൾക്ക് ഹേർട്ട് ചെയ്യാത്ത വിധത്തിൽ നല്ല സ്നേഹത്തോടെ സംസാരിക്കും. ആളിനെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ആ ആളിനോടൊരു സ്നേഹ സമീപനം അയാളോട് ഒരു താല്പര്യം തോന്നുമ്പോഴല്ലേ നമ്മൾ മിണ്ടാനും അയാളെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. അപ്പൊ സ്നേഹം തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഇവിടെ വായിച്ചു കേട്ട ഒരു കഥയാണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചെന്നപ്പം ഒരു വെള്ള പ്രതലത്തിൽ ബ്ലാക്ക് ഹോള് ഇട്ടിട്ട് കുട്ടികളെ മുഴുവൻ കാണിച്ചു. നിങ്ങൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. കുട്ടികളെല്ലാവരും പറഞ്ഞ ഒരു ഉത്തരം ആ ബ്ലാക്ക് ഹോള് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിന് പുറകിലുള്ള ആ ഒരു വെള്ള പ്രതലം ആരും ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റാണ്, ഒരാളെ കാണുമ്പം ഒന്നെങ്കിൽ പുറമേ ഉള്ള ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ആളെ വിലയിരുത്താൻ നോക്കും, അല്ലെങ്കിലും ആളെ നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നൊരു തെറ്റ് അയാളിലെ നെഗറ്റീവ് നമ്മൾ കാണാൻ നോക്കും. പക്ഷേ അതിലും എത്രയോ ഇരട്ടിയുള്ള പോസിറ്റീവ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് കാണുമ്പം അല്ലല്ലോ ഇയാൾക്ക് ഇത്ര പോസിറ്റീവ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ കുറച്ചുകൂടെ മറ്റുള്ളവരിലെ നെഗറ്റീവ് കാണുവാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത്. എന്നാൽ അവരിലെ പോസിറ്റീവ് കാണാനുള്ളൊരു മനോഭാവം നമ്മൾ വളർത്തിയാൽ ആ ആളിനെ ഉൾക്കൊള്ളുവാനും അവരോട് ബന്ധപ്പെടുവാനും നമുക്ക് സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, അല്ലേ? വെരി ഗുഡ്. ഇതേ പറഞ്ഞാട്ടെ. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് റിവേഴ്സ് ആയിട്ട്. അതായത് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും അങ്ങ് സാക്രിഫൈസ് ചെയ്യും. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് ആണെന്നിരിക്കട്ടെ, ഭാര്യയ്ക്ക് ഒരു അധ്യാപികയാവാനാണ് ആഗ്രഹം. പക്ഷെ ഒരു ജോലിക്ക് വിടാൻ
ഈ ഭർത്താവിന് ഇഷ്ടമില്ല. അപ്പോൾ ആ ഒരു വിവാഹ ബന്ധം മുന്നോട്ട് പോകാൻ വേണ്ടി ജീവിതം രക്ഷപ്പെടാൻ എന്നൊക്കെ പറയാൻ ഒരു ഭംഗിക്ക് പറയും, ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ജോലിക്ക് പോകാതിരിക്കും. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ് നശിക്കുന്നത്. ആ സ്ത്രീയുടെ ആഗ്രഹങ്ങളാണ് സാക്രിഫൈസ് ചെയ്തത്. ഇതിലൊരു ചൊല്ലുണ്ട്, രണ്ടുപേർ തമ്മിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും യോജിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന്. അതായത് എപ്പോഴും ഒരാൾ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ, വളരണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് സാക്രിഫൈസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ? പക്ഷേ ഈ സാക്രിഫൈസ് ചെയ്യുന്നത് എപ്പോഴും ഒരാൾ മാത്രമായിരിക്കരുത്, രണ്ടുപേരും വേണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് അപ്പുറത്തേക്ക് ഒരു ആക്സെപ്റ്റൻസ് എന്ന ലെവലിലേക്ക് അത് വളരേണ്ടിയിരിക്കുന്നു. ഈ സാക്രിഫൈസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ലവ്, സ്നേഹം, സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ? സാധാരണ ഉപയോഗിക്കുന്ന ഈ സ്നേഹം എന്നുള്ള ഈ വാക്കിൻ്റെ അർത്ഥം എന്നാ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നാ? പറഞ്ഞു. ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. എനിക്ക് ഇന്നാരോട് വലിയ സ്നേഹമാ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എന്നാണോ അതിന്റെ അർത്ഥം? നമുക്കിപ്പോ എന്നാ പറഞ്ഞത്, ദൈവം സ്നേഹമാകുന്നു എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സ്നേഹവും കാരുണ്യവും ഇല്ലാത്തടത്ത് ദൈവം ഇല്ല. ദൈവം ഞാൻ ചോദിച്ചേ. സ്നേഹം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു അഫെക്ഷൻ അല്ലല്ലോ. അത് സ്വയമായിട്ട് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയുന്ന, അവരുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയ്ക്ക് സ്നേഹമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ തോന്നുന്ന ഏതാണ്ടൊരു സംഗതി അതല്ല, ഇവിടെ തോന്നുന്ന ഒരു വികാരം അതല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഫീലിംഗ്. ലവ് ഈസ് നോട്ട് എ ഫീലിംഗ്. യു ക്യാൻ ഹാവ് ദ ഫീലിംഗ് ഓഫ് ലവ്, ബട്ട് ലവ് ഈസ് നോട്ട് എ ഫീലിംഗ്. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരമ്മയുടെ ഒരു കുഞ്ഞിന് രാത്രിയിൽ പനി വന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ മാത്രമേ ആശുപത്രിയിൽ പോകാൻ ഒക്കത്തുള്ളൂ വയ്ക്കുക. ഈ രാത്രിയിൽ കുഞ്ഞ് ഉറങ്ങുന്നില്ല, അമ്മ ഉറങ്ങുമോ? ഈ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, അമ്മ കഴിക്കുമോ? ഇതൊന്നും കുടിക്കുന്നില്ല, അമ്മ കുടിക്കുമോ? കഴിക്കാതെ കുടിക്കാതെ ഉറങ്ങാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് വെളുക്കുന്നവരെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ വല്ല ക്ഷീണവും അമ്മ അറിയുമോ? അതാ സ്നേഹം. സോ ഈ അമ്മ എന്തോ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നേ? അമ്മയുടെ കംഫർട്ട്സ് സാക്രിഫൈസ് ചെയ്യുക. അമ്മ ഈ സാക്രിഫൈസിങ് ഹർ കംഫർട്ട്സ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ തോന്നുന്ന ഏതാണ്ടൊന്നല്ല. പിന്നെയോ മറ്റൊരാളിന് വേണ്ടി എൻ്റെ സുഖത്തെ ത്യജിക്കുന്ന ഒരനുഭവം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. സാറേ, ജിജു സാറേ, ഈ സ്നേഹം ഇതാണെന്ന് വരികിൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനവും ഇത് തന്നെയല്ലേ? വളരെ വളരെ കറക്റ്റായിട്ടുള്ള ആ എന്താണ് പറയുക, യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്ന പോലെ സ്നേഹം അതിനുപരി എൻ്റെ കാഴ്ചപ്പാടിൽ ഇസ് ഓൾസോ കെയർ, കരുതുക, കൺസിഡറിങ് ദി അതർ പേഴ്സൺസ് വ്യൂ. മുമ്പ് പറഞ്ഞ പോലെ മുഖത്തടിച്ച് പറയാതെ ഒരു കരുതലോട് സമീപിക്കുക. ടു ഹാവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദി അതർ പേഴ്സൺ ഓൾസോ നീഡ്സ് മീ. എൻ്റെ ആവശ്യം മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം മനസ്സിൽ വരുമ്പോൾ ഏത് രീതിയിലും എങ്ങനെയും ശ്രമിച്ച് ബന്ധങ്ങളെ കുറച്ചുകൂടെ ഉറപ്പിച്ച് മുറുക്കി കെട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ സ്നേഹത്തിൽ നിന്നാണ് ഈ ബന്ധത്തിന്റെ ഒരു ആരംഭം തന്നെ ഉണ്ടാകുന്നതെന്ന് പറയും. അങ്ങനെയാണെന്ന് ഒരു ടീച്ചർ മുമ്പേ പറഞ്ഞതായുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ടീച്ചർ പറഞ്ഞു, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റൊരാളെ വളർത്തുന്ന നിങ്ങളുടെ മനോഭാവമാണ്. മറ്റൊരാൾ വളരുവാൻ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആകുക എന്ന് മാത്രമല്ല, അതിലൂടെ നിങ്ങളും വളരുക എന്നുള്ളതാണ്. ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ റിലേഷൻഷിപ്പ് മറ്റൊരാളെ യെസ് പറഞ്ഞാട്ടെ. അച്ഛൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ലൈബ്രറി ചെന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ ഇരുന്ന് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എല്ലാ തൊഴിൽ വീതിയൊക്കെ എടുത്ത് അവൾ എല്ലാ ആഴ്ചയിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്നപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നീ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ല. അപ്പം അവൾ എന്നെ നിർബന്ധിച്ചു, നീ ചെയ്യണം, ഇത് എഴുതിയെടുക്കണം, നീ പഠിക്കണം എന്ന് പറഞ്ഞു. അവിടെ അവൾ എന്നെ വളർത്താൻ നോക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി. ഇന്ന് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് പഠനത്തിൽ എവിടെയെങ്കിലും ഒരാളെ വീക്കായിട്ട് നമ്മൾ കാണുകയാണെന്ന് വരികിൽ ആ ആളിനെ ഉയർത്തിക്കൊണ്ട് വരുവാനുള്ളൊരു ശ്രമം നമ്മൾ ചെയ്യുമ്പോഴാണ്
അവരെ വളർത്തുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പൂർത്തിയാകുന്നതെന്നായി ഇദ്ദേഹം പറയും. യെസ്, പറഞ്ഞാട്ടെ. എൻ്റെ സുഹൃത്ത് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്ത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ആഗ്രഹം ടീച്ചർ ആവണമെന്നാണ്. പക്ഷേ കുടുംബ സാഹചര്യങ്ങൾ അത്രയ്ക്ക് പറ്റുന്നില്ല, ആ ഒരു എയിമിലേക്ക് എത്താൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഭർത്താവ് ഭാര്യയെ മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീച്ചറായി, അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അവിടെ കൺസേൺ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഭാര്യയിലും ഉണ്ടാകുന്നു. അത് അവരുടെ മ്യൂച്വൽ റിലേഷൻഷിപ്പ് വളരാൻ കൂടുതൽ സഹായിക്കുന്നു. ഭർത്താവ് ഭാര്യയിൽ കൺസേൺഡ് ആണെന്നും ഭാര്യ ഭർത്താവിൽ കൺസേൺഡ് ആണെന്നുമുള്ള ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് പറഞ്ഞു. യെസ്, നമുക്ക് സ്നേഹം പരസ്പരം ഉണ്ടെങ്കിലും ബന്ധത്തെ ദൃഢപ്പെടുത്താനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ചിലരുണ്ടാവും ഭയങ്കര റൂഡായിട്ടിരിക്കും. അവർക്ക് സ്നേഹം എന്താണെന്ന് നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവൻ എന്താ ഇങ്ങനെ. പക്ഷേ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. പ്രകടിപ്പിക്കാൻ അറിയാമെങ്കിലും അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. അവർ ചിലപ്പോൾ നമ്മളെ ഇടിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന രീതിയിൽ ചെയ്യുന്നു. പക്ഷേ സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഭയങ്കര റഫാണ്, അല്ലെങ്കിൽ അയാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല, എപ്പോഴും നമ്മൾ ഇത് പറയുന്ന വെച്ചാൽ ചിലപ്പോൾ ഉള്ളിൽ സ്നേഹം കാണും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാൻ മേലാതെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണമെന്നായി ഇദ്ദേഹം. ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റൊരാളെ വളർത്തുന്ന നമ്മുടെ മനോഭാവം, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് പറഞ്ഞു. യെസ്, പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈഗോ ആണ്. ഈഗോ എന്നാൽ ഞാൻ എന്ന ഭാവം. നമ്മൾ എന്ന 3 അക്ഷരത്തേക്കാൾ ഉപരി നമ്മൾ ഞാൻ എന്ന 2 അക്ഷരം പറയാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ പലരും. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈഗോ ആണ്. നമ്മളെ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ചെയ്താൽ ഈഗോ ഒരു പരിധിവരെ മാറാൻ സാധിക്കും. അത് ഏത് സ്ഥലങ്ങളെടുത്താലും ഈഗോ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈഗോ ആണ് പലതിൻ്റെയും കാരണം എന്ന് പറയുന്നത് അല്ലേ? യെസ്. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം ഉള്ളവർക്ക് ഇപ്പോൾ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. അധ്യാപികയാകാൻ ആഗ്രഹമുണ്ട്, വിട്ടില്ല എന്നൊക്കെ. പക്ഷേ അപ്പോൾ യഥാർത്ഥ സ്നേഹവും റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് നീ പോകണ്ട എന്ന് പറയുമ്പോൾ അനുസരിക്കാനുള്ള ഒരു ശീലമല്ലേ നമുക്ക്? ഒബീഡിയൻസും ഈ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. സ്നേഹമുള്ളവർക്ക് മറ്റുള്ള ആളുടെ വ്യൂസിനെ അംഗീകരിക്കാനും എങ്കിൽ ശരി എന്ന് പറയാനുള്ള ഒരു ഇത് ഉണ്ടാവില്ലേ? അല്ലാതെ എപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നെങ്കിൽ മാത്രമേ അതൊരു യഥാർത്ഥ റിലേഷൻഷിപ്പ് ആകൂ എന്ന് പറയാൻ പറ്റുമോ? അത് എനിക്ക് സംശയമാണ്. കാരണം നിന്റെ സ്വാതന്ത്ര്യം, ഇപ്പം ആ കുട്ടിയോട് പറഞ്ഞു PSC ചെയ്യാനുള്ള, അത് ആ കുട്ടിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ നീ അത് ചെയ്യണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ നീ അത് ചെയ്തേ പറ്റൂ, നീ അതിലൂടെ വളരുള്ളൂ എന്നൊക്കെ പറയുന്നതിലൂടെ മാത്രമാണ് ഒരു യഥാർത്ഥ റിലേഷൻ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? അയാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ ഇഷ്ടം, അതിലൂടെ അതിലേക്കല്ല ഒരു ഇത് കൊടുക്കുന്നത്. ഒരു ഒബീഡിയൻസ് എന്നുള്ള ആശയമാണ് ഇദ്ദേഹം പറയുന്നത്. യെസ്. സമൂഹത്തിൽ ഇപ്പോൾ സ്നേഹമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം അച്ഛൻ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു കുട്ടികളോട് അമ്മ കാണിക്കുന്ന കരുണയാണ് അവരുടെ സാക്രിഫൈസാണ് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടികൾ ഇതേ സ്നേഹം തിരിച്ച് അച്ഛനമ്മമാരോട് കാണിച്ചിരുന്നെങ്കിൽ ഒത്തിരി അച്ഛനമ്മമാർ ഒരിക്കലും അനാഥാലയങ്ങളിൽ താമസിക്കേണ്ടി വരില്ലായിരുന്നു, വൃദ്ധസദനങ്ങളിലൊക്കെ. അപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രമാത്രം സമൂഹത്തിൽ കപട സ്നേഹമായിരിക്കാം ഇതെന്നാ പറയുന്നത് അല്ലേ? കപട സ്നേഹമാണല്ല, തിരിച്ച് അങ്ങനെ കാണിക്കാനുള്ള മനോഭാവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സമൂഹത്തിൽ എത്രമാത്രം സ്റ്റാറ്റസ് ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ അച്ഛനും അമ്മമാരും ശ്രമിക്കുന്നത്. അത് തന്നെ കണ്ടാണ് കുട്ടികളും വളരുന്നത്. അപ്പൊ അവിടെ ഒരു സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ചർച്ചയിൽ ജിജു സാറേ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഈഗോ മാറുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ മറ്റുള്ളവരെ വളർത്തുന്നവരായി തീരും, ഞങ്ങൾ ക്ഷമയുള്ളവരായിട്ട് തീരും, ഞങ്ങൾ ഒബീഡിയൻ്റ് ആയിട്ട് മാറും, ഞങ്ങൾ ലിസണിങ് ഉള്ളവരാകും, ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആകും. ഇതൊക്കെ സാറ് എഗ്രി ചെയ്യുന്നൊരു സംഗതിയാണ്. വളരെയധികം അഗ്രി ചെയ്യുന്ന വെച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു ആശയം പറയാം. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൈസൈക്കിളിനെ നമ്മൾ മനസ്സിൽ കണ്ടാൽ വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കും. അത് 2 വീൽസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് കടന്ന ഇതിനെ 2 പേരിനെയും ബന്ധിക്കുന്നത് ഒരു ചെയിനാണ്. ഈ ചെയിനിലുള്ള പല ബ്ലോക്സ് ആണ് ഈ മുമ്പിൽ പറഞ്ഞ പോലെ ഒബീഡിയൻസ് ആയി, ട്രസ്റ്റായി, ലവായി, ഷെയറിംഗ് ആയി. ഇതെല്ലാം ബന്ധിപ്പിച്ച് 2 വീൽസിനെയും ഒരുമിച്ച് മുന്നോട്ട് ഓടിക്കൊണ്ട് പോകുന്നതാണ് ഒരു സക്സസ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ചാട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല, അല്ലെ ഒരു വീൽ ഞാൻ പറയാം ഞാൻ മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അവിടെ സ്തംഭിക്കുകയാണ്. സോ റിലേഷൻഷിപ്പ് ഈസ് വേ യു ടേക്ക് എവറിത്തിങ് നോട്ട് ഫോർ ഗ്രാൻറ്റഡ്. ആ റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ ചർച്ചയിലുടനീളം നമ്മൾ കണ്ട ഒരു സംഗതി, ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഊന്നി പറഞ്ഞു.
എന്നാൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ബന്ധങ്ങൾ സമൂഹത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈഗോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ വളർച്ചയെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം. അപ്പോൾ എനിക്ക് മറ്റുള്ളവൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിപ്പാനായി സാധിക്കുന്നില്ല. നിനക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്നൊരു മനോഭാവം. എനിക്ക് വളരണം, എൻ്റെ കുടുംബത്തിന് വളരണം, അങ്ങനെയൊരു ചിന്താഗതി. ഇത് വളരെ ഒരു തെറ്റായ ചിന്താഗതിയാണെന്ന് നിങ്ങൾ എടുത്ത് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ട്രാൻസ്പെറൻസി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഷെയറിങ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ വളർത്തുന്ന മനോഭാവം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള കഴിവ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ഈഗോ നമ്മളെ ഇങ്ങനെ ഭരിക്കുന്നതിൻ്റെ ഫലമായി ശരിയായ റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെടും. ഈ ഈഗോ നമ്മളെ ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇതുവരെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മറ്റൊന്നുണ്ട്. അത് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നിൽ ബന്ധപ്പെടുന്നത് ആരോഗ്യപരമായ രീതിയിലാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുമായി ആരോഗ്യപരമായി ബന്ധപ്പെടാൻ സാധിക്കും. എൻ്റെ ചിന്ത, എൻ്റെ ഫീലിംഗ്, എൻ്റെ ആക്ഷൻ ഇത് പൊരുത്തമുള്ളതാണെങ്കിൽ ഞാൻ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ ഉള്ളിൽ ഒരു രീതിയിൽ ഫീൽ ചെയ്യും, പുറമേ ഞാൻ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ പൊരുത്തമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇൻകോൺഗ്രുവൻ്റ് പേഴ്സൺ എന്നാണ് അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ ഒരു ബന്ധം അനുഭവിച്ചെങ്കിലേ എനിക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം അനുഭവിപ്പാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. നീ നിന്നിൽ തന്നെ ഈ ബന്ധം അനുഭവിക്കണം. അതിനുള്ള ഘടകങ്ങൾ നമുക്ക് തന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവ സൃഷ്ടിപ്പിനോട് നമ്മൾ വിധേയത്വം കാണിക്കുമ്പോൾ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും, ഞാൻ എന്നെ അംഗീകരിക്കും, ഞാനുമായിട്ട് തന്നെ ബന്ധപ്പെടും. അത് എൻ്റെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് മാറും. നമ്മുടെ ബന്ധങ്ങളൊക്കെയും ദൃഢമാകുവാനും അങ്ങനെ ഈ ലോകം നല്ലൊരു ലോകമായി മാറുവാനും നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യുവജനങ്ങൾ മൂല്യബോധമില്ലാത്ത തലമുറയായി വളർന്നു വരുന്നു. ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ പിള്ളേരുടെ നീ അവൻ്റെ മോളിൽ പഠിച്ച് നീ അവനേക്കാളും കൂടുതൽ സ്കോർ മാർക്കണം, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് ഇപ്പോൾ തന്നെ പേരൻസിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, മൂല്യബോധമുള്ളവരാക്കി വളർത്തുക. അധ്യാപകരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികളുടെ അവരോടുള്ള ബഹുമാനം നഷ്ടമാകുന്നത്. അതിനോട് എഗ്രി ചെയ്യുന്നില്ല. കാരണം ഒരാളുടെ പ്രായം വെച്ച് തന്നെ നമ്മൾ അതിൽ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ബഹുമാനം ഉണ്ടേൽ സകലതുകൊണ്ട്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ പറയുന്നത്. അച്ഛനോട് ഒരുപാട് അപമാനമായിട്ട് പെരുമാറുകയാണെങ്കിൽ അച്ഛൻ അതുപോലെ അയാളോട് പെരുമാറാൻ സാധിക്കും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.